ഹലോ ഗായ്സ്, ഇതിൻ്റെ ഗുരുവായൂർ വ്ളോഗാണ് കേട്ടോ. നമ്മൾ നാഗർകോവിലിൽ നിന്നാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. നാഗർകോവിലിൻ്റെ മാമൻ്റെ വീടാണ്, ഹസ്ബൻഡിൻ്റെ മാമൻ്റെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ട്രെയിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. കയറിയ പാടെ സീറ്റൊക്കെ നമ്മൾ കിട്ടി, നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത വീഡിയോ എടുത്തത് രാവിലെയാണ് കേട്ടോ. രാവിലെയാണ്. അപ്പോൾ നമുക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങി, വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ തന്നെ അടിപൊളി സീനറിയാണ് കേട്ടോ. പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷം. നമ്മുടെ ആദ്യ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല കൊതുകടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് ഗോവിന്ദൻ തൊട്ടുള്ളൊരു ഹോട്ടലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഓട്ടോ ചേട്ടനായിട്ട് നമ്മൾ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ഒരു റൂമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു ദിവസത്തേക്കാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോയി എല്ലാവരും ഫ്രഷ് ആവാനുള്ള തിരക്കിലാണ്. ഓരോരുത്തർ ഷഡ്ബടേന്ന് കുളിച്ച് റെഡിയായി നമ്മുടെ ചട്ടൻ പീസൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റെഡിയായി നമ്മുടെ ഗുരുവായൂർ എത്തിയെങ്കിലും എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചോറൂണ് കൊടുത്ത കുട്ടിക്കും കുട്ടിയുടെ അമ്മമ്മയ്ക്കും മാത്രമേ കയറാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് തൊഴുതു, ആവശ്യമില്ലാത്തൊരു ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലെത്തി. കുറേ ഉറങ്ങി കണ്ടിട്ട് പിന്നെ ഫ്രഷായിട്ട് നമ്മൾ പുറത്തോട്ട് പോയി. എങ്ങോട്ടാണ് പോയിട്ടുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ആനക്കോട്ടയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരുള്ള ആനക്കോട്ട. ഇതൊക്കെ കസിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നേരെ അകത്തോട്ട് കയറി. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് മുന്നേ ഗുരുവായൂർ അങ്ങനെ കുറേ അമ്പലങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആനക്കോട്ടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അവരെയും കൊണ്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആനക്കോട്ടയിലോട്ട് വന്നത്. അങ്ങനെ ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടും വെയിലാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ആനക്കോട്ടയ്ക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പാണ്. കാരണം അവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ആനക്കുട്ടികളെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആനക്കുട്ടന്മാർ വലിയ ആനകളുണ്ട് കേട്ടോ, കുഞ്ഞാനകളൊന്നുമല്ല. ചില ആനകളാണെങ്കിലും നല്ല ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. പിന്നെ നമുക്ക് റൂമിലോട്ട് പോകാനുള്ള ആ ഒരു ഇതിൽ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം പെട്ടെന്നൊന്ന് ചുറ്റിക്കറങ്ങി നമ്മളെല്ലാം കണ്ടു. ഈ ഒരു ആനക്കുട്ടന് നല്ല ഡാൻസ് കളിയായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ആനയെ കണ്ട ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത്രയും ആനയെ കണ്ടപ്പോൾ അവന് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഓട്ടോ പിടിച്ച് തന്നെ കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ പോകുന്നവരവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി, അവരെ പറഞ്ഞു വിട്ടു. അടുത്ത് നമ്മൾ റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് നമ്മളടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ അടിപൊളി സദ്യയും വെജ് ഫ്രൈഡ് റൈസും നല്ല കിടിലം പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെയും റൂമിലോട്ട് പോയി. റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെയും നമ്മൾ വൈകിട്ട് ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവായൂർ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി നല്ല നോൺ വെജൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ട്രെയിൻ കയറി ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം.